ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത്? ഓപ്ഷൻ ബി ചെറുപ്പളശ്ശേരി. അടുത്ത ചോദ്യം. താഴെ പറയുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ. ഇന്ത്യൻ ഭരണഘടനയിൽ അംഗമായ സ്ത്രീകളാണ് ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവരിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി ലോർഡ് റിപ്പൺ. അടുത്ത ചോദ്യം. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി? ഓപ്ഷൻ ഡി ഡച്ചുകാർ. അടുത്ത ചോദ്യം. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്? ഓപ്ഷൻ ബി ഫിലാഡൽഫിയ. അടുത്ത ചോദ്യം. ആരാണ് നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത്? ഓപ്ഷൻ എ മൊണ്ടസ്ക്യൂ. അടുത്ത ചോദ്യം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര്? ഓപ്ഷൻ ബി ബ്രസ്റ്റ് ലിറ്റോവിസ്ക് ഉടമ്പടി. അടുത്ത ചോദ്യം. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ എ കാനിങ് പ്രഭു. അടുത്ത ചോദ്യം. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകം ആണ്? ഓപ്ഷൻ ഡി ഹിന്ദു സ്വരാജ്. അടുത്ത ചോദ്യം. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്? ഓപ്ഷൻ സി TK മാധവൻ. അടുത്ത ചോദ്യം. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി A4 B3 C1 D2. ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ ഡോൾഡ്രം വെസ്റ്റർലൈസ് 30 ഡിഗ്രിക്കും 60 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഉയർന്ന ഉപഉഷ്ണ മേഖല കുതിര അക്ഷാംശം, താഴ്ന്ന ഉപധ്രുവം പോളാർ ഫ്രണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ പ്രസ്താവന A, D എന്നിവ തെറ്റാണ്, B, C എന്നിവ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: 1:50,000 സ്കെയിലിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന ഒരു നിലവാരമുള്ള ടോപ്പോഗ്രാഫിക്കൽ മാപ്പാണ്. പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോ ഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു. അടുത്ത ചോദ്യം. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി പ്രസ്താവന എ ശരിയാണ്, ബി തെറ്റാണ്. ശരിയായ പ്രസ്താവന: പുറന്തോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിന്റെ ഇടുങ്ങിയ മേഖലയെ മൊഹോറോവിസിക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു. അടുത്ത ചോദ്യം. പട്ടികയിൽ താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1C 2D 3A 4B. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി ഛോട്ടാനാഗ്പൂർ പീഠഭൂമി, സിർക്കോണിയം കേരള തീരം, ഇന്ത്യയുടെ കോട്ടൺ പോളിസ് മുംബൈ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾക്ക് ഏതാണ് ശരി? ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡ് കുറവാണ്. ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. അടുത്ത ചോദ്യം. ഫാക്ടർ ചെലവിൽ GDP എന്തിന് തുല്യമാണ്? ഓപ്ഷൻ ബി വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി. അടുത്ത ചോദ്യം. നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. അടുത്ത ചോദ്യം. വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം മാത്രം. ഞാനിപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനയാണ് വായിക്കുന്നത്. ഓക്കെ, ഈ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന: ഇത് വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുകയും ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് സൗകര്യവുമായി ബന്ധപ്പെട്ട സ്വയംഭരണ ദ്രവ്യതയുമായി സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏവ?
ഓപ്ഷൻ എ 2ഉം 4ഉം മാത്രം. ഞാനിവിടെ വായിക്കുന്നത് ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ. പണനയ നടപടികളില്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യത. കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ചോദ്യം: കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര അധികാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെയോ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി 7th. അടുത്ത ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി 4 മാത്രം. ഞാനിവിടെ വായിക്കുന്നത് ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ. ശരിയായ പ്രസ്താവനകൾ: പാർലമെന്റിന്റെ നിയമപ്രകാരമാണ് NHRCയെ നിയമിച്ചിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനുള്ള ഉത്തരവാദിത്തം കമ്മീഷനാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു NHRC എക്സ് ഒഫീഷ്യോ അംഗമാണ്. അടുത്ത ചോദ്യം: ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ 42nd. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി 2 മാത്രം. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. അടുത്ത ചോദ്യം: അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത്? ഓപ്ഷൻ എ UPSC. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ഓപ്ഷൻ സി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത ചോദ്യം: ഒരു പൊതു ഉദ്യോഗസ്ഥൻ തൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡ്? ഓപ്ഷൻ ബി മാൻഡമസ്. അടുത്ത ചോദ്യം: പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം? ഓപ്ഷൻ ഡി ലോക്പാൽ. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ ബി 54. അടുത്ത ചോദ്യം: അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര്? ഓപ്ഷൻ ബി സത്രിയ. അടുത്ത ചോദ്യം: ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? ഓപ്ഷൻ എ സമാധാനം, സമൃദ്ധി, പുരോഗതി. അടുത്ത ചോദ്യം: MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത്? ഓപ്ഷൻ ഡി 1995. അടുത്ത ചോദ്യം: നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? ഓപ്ഷൻ എ പുന്നമടക്കായൽ. അടുത്ത ചോദ്യം: കേരള മൗപ്പസന്റ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി തകഴി ശിവശങ്കരപിള്ള. അടുത്ത ചോദ്യം: കേരളവ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അടുത്ത ചോദ്യം: ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി തൃപ്പൂണിത്തറ. അടുത്ത ചോദ്യം: കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം: ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റിന്റെ പേര്? ഓപ്ഷൻ സി പാരാലിമ്പിക് ഗെയിമുകൾ. അടുത്ത ചോദ്യം: ഓട്ടം തുള്ളലിന്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ ഡി കുഞ്ചൻ നമ്പ്യാർ. അടുത്ത ചോദ്യം: ആമസോൺ കിൻഡിൽ പോലെയുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ്? ഓപ്ഷൻ സി ഇങ്ക്. അടുത്ത ചോദ്യം: ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല? ഓപ്ഷൻ ബി പ്രോസസർ മാനേജ്മെന്റ്. അടുത്ത ചോദ്യം: ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകും? ഓപ്ഷൻ ഡി ഗേറ്റ്വേ. അടുത്ത ചോദ്യം: സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു? ഓപ്ഷൻ എ ഹൈപ്പർ ടെക്സ്റ്റ്. അടുത്ത ചോദ്യം: ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറിലേക്കും അക്കൗണ്ടിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു? ഓപ്ഷൻ ഡി ഫിഷിംഗ്. അടുത്ത ചോദ്യം: മർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ബി പ്രഫുല്ല ചന്ദ്ര റായ്. അടുത്ത ചോദ്യം: ഡാഷ് ISROയുടെ വിപണന ഭാഗമാണ്. അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപയോക്താക്കൾക്ക് വിപണനം ചെയ്യുന്നു? ഓപ്ഷൻ ബി ആൻഡ്രിക്സ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ് അല്ലാത്തത്?
ഓപ്ഷൻ സി പ്രകൃതിവാതക ഊർജം. പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളാണ് ജല ഊർജം, ജിയോ താപ ഊർജം, ബയോമാസ് ഊർജം. ഓക്കെ. അടുത്ത ചോദ്യം, ഹരിതഗൃഹ വാതക ഉദ്വമനത്തിൻ്റെ പ്രധാന പങ്ക് ഡാഷ് ആണ്. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാന ഘടകം അല്ലാത്തതേത്? ഓപ്ഷൻ എ കാലാവസ്ഥാ വ്യതിയാനം. സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് സാമ്പത്തിക വളർച്ച, സാമൂഹിക ഉൾപ്പെടുത്തൽ, പരിസ്ഥിതി സംരക്ഷണം. ഓക്കെ. ചോദ്യം, യൂറോപ്യന്മാരുടെ കേരളത്തിലെ വരവ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ സി 1, 3 മാത്രം. ഞാനിവിടെ തെറ്റായ പ്രസ്താവനകൾ വായിക്കുന്നില്ല, ശരിയായ പ്രസ്താവനകളാണ് വായിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ: 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയ പാലിയത്തച്ഛനായിരുന്നു കൊച്ചിയിലെ മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ സി അച്യുതമേനോൻ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ ചേരിചേരാ പ്രസ്ഥാനത്തെ പരിപോഷിപ്പിക്കുന്നതിൽ താഴെ പറയുന്നവരിൽ ഏത് നേതാക്കളാണ് നെഹ്റുവുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ബി ചൗവൻലായി. ചോദ്യം, താഴെ പറയുന്ന വിപ്ലവങ്ങൾ അവയുടെ സംഭവത്തിൻ്റെ ക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി 2, 1, 4, 3. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 3, 4. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത എന്ന നിയമമാണ് നിലവിൽ വന്നത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം നിലവിൽ വന്നു. പുതിയ പരിഷ്കാരം 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. അടുത്ത ചോദ്യം, മഞ്ഞുമൂടിയ ആർട്ടിക് ധ്രുവപ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന് പേര് നൽകുക. ഓപ്ഷൻ സി ഹെക്കിസ്റ്റോതെർമുകൾ. അടുത്ത ചോദ്യം, ദുർബലവും കഠിനവുമായ പാറകളാൽ ചുറ്റപ്പെട്ട പക്വമായി വിഘടിച്ച താഴികക്കുട ഘടനകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഡ്രെയിനേജ് പാറ്റേണിൻ്റെ തരം? ഓപ്ഷൻ ബി ആനുലാർ പാറ്റേൺ. അടുത്ത ചോദ്യം, അഡ്വാൻസ്ഡ് സ്പേസ് ബോൺ തെർമൽ എമിഷൻ ആൻഡ് റിഫ്ലക്ഷൻ റേഡിയോമീറ്റർ ആസ്റ്റർ എന്നത് താഴെ പറയുന്ന ഏത് ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട ഉയർന്ന റെസല്യൂഷൻ റിമോട്ട് സെൻസിംഗ് ഉപകരണമാണ്? ഓപ്ഷൻ എ ടെറ. ചോദ്യം, ഇന്ത്യൻ മൺസൂണിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: ഹിമാലയവും ടിബറ്റൻ പീഠഭൂമികളും ഭൗതിക തടസ്സങ്ങളായും ഉയർന്ന തോതിലുള്ള താപത്തിൻ്റെ ഉറവിടമായും പ്രവർത്തിക്കുന്നു. ഏഷ്യൻ ഭൂപ്രദേശത്തെയും ഇന്ത്യൻ സമുദ്രത്തെയും വ്യത്യസ്തമായ ചൂടാക്കലും തണുപ്പിക്കലും ഒരു നെഗറ്റീവ് തെക്കൻ ആന്തോളനം. അടുത്ത ചോദ്യം, കേരളത്തിലെ താഴെ പറയുന്ന നദികളെ അതിൻ്റെ നീളം അനുസരിച്ച് ഏറ്റവും ഉയരമുള്ളത് മുതൽ താഴെയുള്ളത് വരെ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി 4, 3, 2, 1. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, ചന്ദ്രഗിരി. അടുത്ത ചോദ്യം, ആഗോള സംഗീത പ്രകടനത്തിനുള്ള 66ാമത് ഗ്രാമി അവാർഡിൽ 3 അംഗീകാരങ്ങൾ നേടിയതാരാണ്? ഓപ്ഷൻ സി ഉസ്താദ് സക്കീർ ഹുസൈൻ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ഫ്ലഡ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി പാലുൽപാദനം വർദ്ധിപ്പിക്കുക. അടുത്ത ചോദ്യം, GST കൗൺസിൽ ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള GST നിരക്കിൻ്റെ പരമാവധി പരിധി ഡാഷ് ആണ്. ഓപ്ഷൻ ഡി 28%. അടുത്ത ചോദ്യം, വൻകിട വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് ദീർഘകാലവും ഇടത്തരവുമായ ധനസഹായം നൽകുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ 1948 ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ നിയമത്തിന് കീഴിലാണ് ഡാഷ് 1948 ജൂലൈയിൽ സ്ഥാപിതമായത്. ഓപ്ഷൻ സി IFCI. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന പരമാവധി വിസ്തീർണം ഡാഷ് കൃഷിക്ക് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ബി അരി. അടുത്ത ചോദ്യം, പഞ്ചേശ്വരം മൾട്ടിപർപ്പസ് പ്രോജക്റ്റ്
PMP ചിലപ്പോൾ വാർത്തകളിൽ കാണാറുണ്ട്. ഇത് ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ദ്വിദേശീയ ജലവൈദ്യുത പദ്ധതിയാണ്? ഓപ്ഷൻ ഡി ഇന്ത്യയും നേപ്പാളും. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തൊട്ടുകൂടായ്മ നിർത്തലാക്കലും ഏതെങ്കിലും രൂപത്തിലുള്ള അതിൻ്റെ ആചാരം നിരോധിക്കലും. ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ശരിയായത്? ഓപ്ഷൻ ബി 2, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും തുല്യ അധികാരവും തുല്യ ശമ്പളവും ലഭിക്കും. അടുത്ത ചോദ്യം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ അതേ കാരണത്താൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാത്രമേ CAG നീക്കം ചെയ്യാൻ കഴിയൂ, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ നീക്കം ചെയ്യാൻ കഴിയുന്ന അതേ രീതിയിൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് CAG ഓഫീസ് വഹിക്കുന്നത് 6 വർഷത്തെ കാലയളവിലേക്കോ 65 വയസ്സ് വരെയോ. ഏതാണ് മുമ്പത്തേത്? അത് യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും ആകസ്മിക ഫണ്ടുകളിൽ നിന്നും പൊതു അക്കൗണ്ടുകളിൽ നിന്നുമുള്ള എല്ലാ ചെലവുകളും CAG ഓഡിറ്റ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഗവൺമെൻറ് കമ്പനികളുടെ വരവ് ചെലവുകൾ സംബന്ധിച്ച CAG ഓഡിറ്റ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, നിയമം സ്കീം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബെഞ്ച് കണ്ടെത്തിയാൽ 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നിയമം അല്ലെങ്കിൽ പദ്ധതി. ഓപ്ഷൻ സി 2017-18 കേന്ദ്ര ബജറ്റിൽ 2017 ധനകാര്യ ബില്ലിൽ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ഡി എല്ലാം. 1, 2, 3 ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: മനുഷ്യാവകാശ ലംഘനം നടന്ന് 1 വർഷത്തിന് ശേഷം കമ്മീഷന് അന്വേഷിക്കാൻ കഴിയില്ല. ഗവർണർ നിയമിച്ചാലും കമ്മീഷനിലെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ കമ്മീഷന് അധികാരമില്ല. ചോദ്യം, 2011 സെൻസസ് പ്രകാരം ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ബി 2, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: മലപ്പുറം ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ലയാണ് കണ്ണൂർ. അടുത്ത ചോദ്യം, 2011 ഇന്ത്യൻ സെൻസസ് പ്രകാരം കേരളത്തിലെ സാക്ഷരതാ നിരക്കുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ശരിയല്ല. 1, 2, 3. തന്നിരിക്കുന്നതെല്ലാം ശരിയല്ലാത്ത പ്രസ്താവനകളാണ്, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ വയോമിത്രം പദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ഏതാണ് ശരി? ഓപ്ഷൻ ബി 3 മാത്രം. ശരിയായ പ്രസ്താവന: പദ്ധതിക്ക് കീഴിൽ സേവനങ്ങൾ ലഭിക്കുന്നതിന് സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നുമില്ല. അടുത്ത ചോദ്യം, ഭിന്നശേഷിയുള്ളവർക്കായി സർക്കാർ നടത്തുന്ന പദ്ധതി. ഓപ്ഷൻ സി പരിരക്ഷ. അടുത്ത ചോദ്യം, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ലക്ഷ്യമിട്ട് കേരള സർക്കാർ പുറത്തിറക്കിയ ആൻഡ്രോയിഡ് ആപ്പിൻ്റെ പേര്. ഓപ്ഷൻ സി ശൈലി. അടുത്ത ചോദ്യം, ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം കൈകാര്യം ചെയ്യുന്ന സുപ്രധാന വിധി പുറപ്പെടുവിക്കുകയും കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത രാജസ്ഥാനിലെ വിശാഖ ആൻഡ് ഓർവസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ 1997 സുപ്രീം കോടതി ബെഞ്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി ജസ്റ്റിസ് JS വർമ്മ. അടുത്ത ചോദ്യം, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും പൊതുസേവനങ്ങളിലേക്ക് നിയമിക്കപ്പെട്ട വ്യക്തികളുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീർപ്പാക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിന് പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ്? ഓപ്ഷൻ സി ഭാഗം 14A. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി തെറ്റില്ല. 1, 2, 3. തന്നിരിക്കുന്ന പ്രസ്താവനകളൊന്നും തെറ്റല്ല. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകളൊന്ന് വായിക്കാം.
അത്തരം വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നതിലേക്ക് നയിച്ചാൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ നിരസിച്ചേക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വിവരങ്ങൾക്കായുള്ള അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL പൗരന്മാരെ നിയമത്തിന് കീഴിൽ വിവരങ്ങൾ തേടുമ്പോൾ അടിസ്ഥാന അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അടുത്ത ചോദ്യം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2022-23 ഭൂവിനിയോഗ ഡാറ്റ പ്രകാരം കേരളത്തിലെ വനത്തിൻ കീഴിലുള്ള വിസ്തൃതിയുടെ ശതമാനം. ഓപ്ഷൻ ഡി 27.83%. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. അതിൻ്റെ അടുത്ത ചോദ്യവും ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, 2023 മെയ് 24 മുതൽ 26 വരെ കേരള സർക്കാർ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ലേബർ കോൺക്ലേവ് ഏത് സ്ഥലത്താണ് നടന്നത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അടുത്ത ചോദ്യം, തൊണ്ടയിൽ കാണപ്പെടുന്ന ആദാമിൻ്റെ ആപ്പിളിൻ്റെ ശാസ്ത്രീയ നാമം? ഓപ്ഷൻ എ ലാറൻസ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ബാക്ടീരിയകൾ സമന്വയിപ്പിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ സി വിറ്റാമിൻ കെ. അടുത്ത ചോദ്യം, ലീഷ്മാനിയാസിനുള്ള വെക്ടർ ഓർഗാനിസം? ഓപ്ഷൻ ഡി സാൻഡ് ഫ്ലൈ. അടുത്ത ചോദ്യം, കേരള സർക്കാർ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ആദ്രം മിഷന്റെ ലക്ഷ്യം? ഓപ്ഷൻ ബി സർക്കാർ ആശുപത്രികളെ കൂടുതൽ രോഗി സൗഹാർദ്ദമാക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ടൈപ്പ് 1 ഡയബറ്റീസിന്റെ സ്വഭാവമല്ല? ഓപ്ഷൻ എ അസാധാരണമായ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. അടുത്ത ചോദ്യം, ഗ്രഹ അതിരുകൾ എന്ന ആശയം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി പാരിസ്ഥിതിക സുസ്ഥിരതയുടെ നിർണായക പരിധികൾ. അടുത്ത ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI അതിവേഗം വികസിക്കുകയും വിവിധ മേഖലകളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണത്തിൽ AIയുടെ സാധ്യതയുള്ള ആപ്ലിക്കേഷന്റെ ഉദാഹരണം എന്താണ്? ഓപ്ഷൻ ബി വേഗത്തിലുള്ള രോഗനിർണയത്തിനായി മെഡിക്കൽ ഇമേജുകൾ വിശകലനം ചെയ്യുന്നതിൽ ഡോക്ടർമാരെ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ വാഹനങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന ആശങ്കയാണ്. ബഹിരാകാശ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ISRO പദ്ധതി എന്താണ്? ഓപ്ഷൻ എ നേത്ര. ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ 196 ന്യൂട്ടൺ ഭാരമുണ്ടെങ്കിൽ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? ഓപ്ഷൻ സി 33 ന്യൂട്ടൺ. അടുത്ത ചോദ്യം, ഒരു എലിവേറ്ററിന്റെ ലോഡഡ് ക്യാമ്പിന് 2500 കിലോഗ്രാം പിണ്ഡമുണ്ട്. സ്ഥിരമായ വേഗതയിൽ 50 സെക്കൻഡിനുള്ളിൽ 250 മീറ്റർ മുകളിലേക്ക് നീങ്ങുന്നു. കേബിളിൽ നിന്നുള്ള ശക്തി എത്ര ശരാശരി നിരക്കിലാണ് ക്യാമ്പിൽ പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ഡി 125 കിലോവാട്ട്. അടുത്ത ചോദ്യം, 1000 ഹെർട്സ് ആവൃത്തിയിലുള്ള സൈറണുകൾ ആംബുലൻസ് 3 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു ബൈക്ക് ചവിട്ടുന്ന സൈക്കിളിനെ മറികടക്കുകയും കടന്നു പോവുകയും ചെയ്യുന്നു. ആംബുലൻസ് കടന്നു പോയതിനു ശേഷം സൈക്കിളിന് സൈറൺ 900 ഹെർട്സ് ആവൃത്തിയിൽ കേൾക്കുന്നുവെങ്കിൽ ആംബുലൻസിന്റെ വേഗത? ഓപ്ഷൻ എ 41 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ചോദ്യം, ഏത് ബഹിരാകാശ ഏജൻസിയാണ് ഇൻഫ്യൂസ് റോക്കറ്റ് ദൗത്യം വിക്ഷേപിച്ചത്? ഓപ്ഷൻ സി നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അടുത്ത ചോദ്യം, വൈയേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ X വ്യാപിക്കുകയാണെങ്കിൽ X:Y എന്ന തന്മാത്രാഭാരം അനുപാതം എന്തായിരിക്കും? ഓപ്ഷൻ ഡി 1/100. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പറയുന്ന ഇക്വിമോളൽ ജലീയ ലായനികളിൽ ഏതിനാണ് തിളപ്പിക്കൽ ഏറ്റവും താഴ്ന്നതായിരിക്കും? ഓപ്ഷൻ ഡി NaCl സോഡിയം ക്ലോറൈഡ്. ഐക്യരാഷ്ട്രസഭ 2025 ഡാഷ് അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിച്ചു? ഓപ്ഷൻ സി ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. അടുത്ത ചോദ്യം, ഏത് ജലീയ ലായനിയാണ് ഏറ്റവും അസിഡിറ്റി ഉള്ളത്? ഓപ്ഷൻ സി 0.1 m FeCl3 ഫെറിക് ക്ലോറൈഡ്. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒളിമ്പിക് ഓർഡർ അവാർഡ് പരിഗണിക്കുമ്പോൾ ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1, 2 ഇവ രണ്ടും. ശരിയായ പ്രസ്താവനകൾ: 2024 ഇന്ത്യയുടെ ഷൂട്ടിംഗ് ഇതിഹാസമായ അഭിനവ് ബിന്ദ്രയ്ക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതി ലഭിച്ചു. പാരീസിൽ നടന്ന 142ാമത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സെഷനിൽ അദ്ദേഹത്തിന് ഒളിമ്പിക് ഓർഡർ ലഭിച്ചു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന മലയാള നോവലുകൾ അവയുടെ പ്രസിദ്ധീകരണ വർഷങ്ങളോടൊപ്പം കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി 3, 2, 4, 1. ഓടയിൽ നിന്ന് P. കേശവദേവ്, ബാല്യകാലസഖി വൈക്കം മുഹമ്മദ് ബഷീർ,
ഉമ്മാച്ചു ഉറൂബ്, ചെമ്മീൻ, തകഴി ശിവശങ്കരപിള്ള. അടുത്ത ചോദ്യം, മലയാളം കഥാപ്രസംഗം പരിഗണിക്കുമ്പോൾ ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: 2024 കഥാപ്രസംഗത്തിൻ്റെ ശതാബ്ദി വർഷമാണ്. കുമാരനാശാൻ്റെ ചണ്ഡാല ഭിക്ഷുകിയെ തൻ്റെ ആദ്യ പ്രമേയമാക്കിയ കഥാപ്രസംഗത്തിൻ്റെ ഉപജ്ഞാതാവ് CA സത്യദേവനായിരുന്നു. വടക്കൻ പറവൂരിനടുത്ത് വടക്കിൻപൂരം കേളപ്പനാശാൻ തുറന്ന വിദ്യാലയമാണ് കഥാപ്രസംഗം എന്ന പുതിയ കലാരൂപം അവതരിപ്പിക്കുന്നതിനുള്ള ആദ്യ വേദി. അടുത്ത ചോദ്യം, ഇനി പറയുന്ന ലിസ്റ്റ് എ സിനിമാ സംവിധായകർ, ലിസ്റ്റ് ബി മുസ്ലിം സംസ്കാരമുള്ള മലയാളം സിനിമകളുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ബി A2, B1, C4, D3. TR സുന്ദരം, കണ്ടംവെച്ച കോട്ട്, M കൃഷ്ണൻ നായർ, മണിയറ, P ഭാസ്കരൻ, തുറക്കാത്ത വാതിൽ, SS രാജൻ, കുപ്പിവള. അടുത്ത ചോദ്യം, പടയണി എന്ന കലാരൂപത്തെക്കുറിച്ച് പടയണിയുടെ ഗീവതളം എന്ന മലയാള പുസ്തകം എഴുതിയതാരാണ്? ഓപ്ഷൻ എ കടമ്മനിട്ട വാസുദേവൻ പിള്ള. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹോക്കി പരിഗണിക്കുമ്പോൾ ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ല? ഓപ്ഷൻ സി ഫീൽഡ് ഹോക്കി ഗോളിൻ്റെ ബ്ലാക്ക് ബോർഡിൻ്റെ ഉയരം 26 ഇഞ്ചാണ്. ഇന്ത്യൻ ഹോക്കി പരിഗണിക്കുമ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. ജലന്ധർ ജില്ലയിലെ പഞ്ചാബിലെ സാൻസാർപൂർ ഇന്ത്യൻ ഹോക്കിയുടെ ഒരു നഴ്സറി എന്നറിയപ്പെടുന്നു. ഒരു ഹോക്കി കളിക്കാരൻ രാഷ്ട്രീയക്കാരനായി മാറിയ അസ്ലം ഷെർഖാൻ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയായി. ഇന്ത്യൻ ഹോക്കിയുടെ പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് മറിയാമ്മ കോശി. ചോദ്യം, ഇന്ത്യയും UK-ക്കും ഇടയിൽ ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടന്ന കൗമാരക്കാരിയായ നീന്തൽ താരം പ്രിഷ താപ്രയുടെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ബി ഇന്ത്യയിലെയും UK-യിലെയും നിർധനരായ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിന് ഒരു ചാരിറ്റി ഓർഗനൈസേഷനായി ഫണ്ട് ശേഖരിക്കുക. അടുത്ത ചോദ്യം, CPU-വിനും പ്രധാന മെമ്മറിക്കുമിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ മെമ്മറി. ഓപ്ഷൻ ബി ക്യാഷ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഫയർഫോക്സ്. അടുത്ത ചോദ്യം, HTML-ലെ ഒരു ശൂന്യമായ ടാഗിന് ഒരു ഉദാഹരണം ഇതാണ്. ഓപ്ഷൻ ബി IMG ഇമേജ്. അടുത്ത ചോദ്യം, AI-യുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ജോൺ മക്കാർത്തി. അടുത്ത ചോദ്യം, ChatGPT-നുള്ള ഔദ്യോഗിക വെബ്സൈറ്റ് ഇതാണ്. ഓപ്ഷൻ എ www.openai.com. ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ സി ജയന്തി പട്നായിക്. അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ നിന്ന് ശരിയായ ഓപ്ഷനുകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 3, 4 എന്നീ പ്രസ്താവനകൾ മാത്രമാണ് ശരി. ശരിയായ പ്രസ്താവനകൾ: മെയിൻ്റനൻസ് ട്രിബ്യൂണലിന് മുമ്പാകെ ഒരു പാർട്ടിക്കും നിയമപരമായ പ്രാതിനിധ്യത്തിന് അവകാശമില്ല. ഭരണഘടനയുടെ 42ാമത് ഭേദഗതി പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, ട്രാൻസ്ജെൻഡറുകൾക്ക് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകാൻ ആർക്കാണ് യോഗ്യത? ഓപ്ഷൻ ഡി ജില്ലാ മജിസ്ട്രേറ്റ്. ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: പരിഗണനയ്ക്കായി സാധനങ്ങൾ വാങ്ങുകയും വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ഉപഭോക്താവല്ല. മയക്കുമരുന്ന് ദുരുപയോഗത്തിലേക്കോ കടത്തിലേക്കോ വിധേയമാകാൻ സാധ്യതയുള്ള ദുർബലരാണെന്ന് കണ്ടെത്തുന്ന ഒരു കുട്ടിയെ സംരക്ഷണം ആവശ്യമുള്ള കുട്ടിയായി കണക്കാക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാനദണ്ഡ വൈകല്യമുള്ള ഓരോ വ്യക്തിക്കും പ്രായപൂർത്തിയായവരെ സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. ഓപ്ഷൻ ബി 18 വയസ്സ്. ഓക്കെ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ വായിച്ചിട്ടില്ല. പ്രീവിയസ് ഇയറിലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം. നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതി വരിക. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.